ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് സർഫസ് കെമിസ്ട്രീൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. പാർട്ട് 4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കൊളോയിഡ്സിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളുമായിരുന്നു. ഇന്ന് നമ്മൾ പ്യൂരിഫിക്കേഷനും പ്രോപ്പർട്ടീസും ആണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ്. പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റെഡ്യൂസിങ് ദ എമൗണ്ട് ഓഫ് ഇംപ്യൂരിറ്റി ടു റിക്വയർഡ് മിനിമം. അതായത് അതിലെ ഇംപ്യൂരിറ്റീസ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യാണ്ട് ഒരു മിനിമം എമൗണ്ട് ഓഫ് ഇംപ്യൂരിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്യൂരിഫിക്കേഷനിൽ നമ്മൾ കൊളോയിഡ്സിൻ്റെ സ്റ്റെബിലിറ്റിക്ക് എപ്പോഴും ഒരു മിനിമം റിക്വയർഡ് എമൗണ്ട് ഓഫ് ഇംപ്യൂരിറ്റീസ് നെസസറിയാണ്. ആ ഇംപ്യൂരിറ്റീസിനെ അവിടെ നിലനിർത്തി ബാക്കിയുള്ള ഇംപ്യൂരിറ്റീസിനെ കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത്. പ്യൂരിഫിക്കേഷനിൽ നമുക്ക് 3 പ്രോസസ്സാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്: ഡയാലിസിസ്, ഇലക്ട്രോഡയാലിസിസ് ആൻഡ് അൾട്രാ ഫിൽട്രേഷൻ. ആദ്യം നമുക്ക് ഡയാലിസിസ് എന്താ നോക്കാം. Dialysis is a process of removing the dissolved substance from the colloidal solution by means of diffusion through a suitable membrane. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. ഈ സെമി പെർമിയബിൾ മെംബ്രെയിന് കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ അവിടെ നിലനിർത്തി അതിലാറ് സ്മോൾ സൈസ്ഡ് ഇംപ്യൂരിറ്റീസിന് സെമി പെർമിയബിൾ മെംബ്രെയിൻസ് കൂടെ കടത്തിവിടും. അപ്പോൾ ആ സെമി പെർമിയബിൾ മെംബ്രെയിൻസിൻ്റെ ഹോൾസ് കൂടെ ഇംപ്യൂരിറ്റീസ് പുറത്തേക്ക് വരും. ഇവിടെ നമ്മൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള വാട്ടർ ഇൻലെറ്റും ഔട്ട്ലെറ്റും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വാട്ടർ ഫ്ലോവിനനുസരിച്ച് ആ ഇംപ്യൂരിറ്റീസ് പുറത്തേക്ക് പോയി കിട്ടും. ആ മെത്തേഡിനെയാണ് നമ്മൾ ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയാലിസിസ് ഇസ് ദ പ്രോസസ് ഓഫ് പ്യൂരിഫൈങ് കൊളോയിഡ്സ് യൂസിങ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ ബൈ മീൻസ് ഓഫ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ എന്നൊരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. സെമി പെർമിയബിൾ മെംബ്രെയിൻസ് അതിലെ ഇംപ്യൂരിറ്റീസിനെ പുറത്തേക്ക് പോകാൻ സമ്മതിക്കും. എന്നാൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആ സെമി പെർമിയബിൾ മെംബ്രെയിൻസ് കൂടെ പുറത്തേക്ക് പോവില്ല. ആ മെത്തേഡിനെയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഇലക്ട്രോഡയാലിസിസ്. ഇലക്ട്രോഡയാലിസിസ് എന്ന് പറയുന്നത് ഡയാലിസിസ് എന്ന പ്രോസസ്സ് വളരെ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇതിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഡയാലിസിസ് നടത്തുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡയാലിസിസ് പ്രോസസ്സ് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് നടക്കും. അതാണ് ഇലക്ട്രോഡയാലിസിസ്. ദ പ്രോസസ് ഓഫ് ഡയാലിസിസ് ഈസ് ക്വൈറ്റ് സ്ലോ. ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ഫാസ്റ്റർ ബൈ അപ്ലൈയിങ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പ്രോസസ്സ്, ആ ഡയാലിസിസ് എന്ന പ്രോസസ്സിനെ കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കി മാറ്റുന്ന മെത്തേഡിനെയാണ് ഇലക്ട്രോഡയാലിസിസ് എന്ന് പറയുന്നത്. ഈ ഒരു ഡയാലിസിസ് പ്രോസസ്സാണ് നമ്മൾ സാധാരണ കിഡ്നി ഫെയിലിയർ ഉള്ള പേഷ്യൻസിനൊക്കെ പ്യൂരിഫിക്കേഷന്, ബ്ലഡ് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ കുറച്ചും കൂടി സ്മോൾ സൈസ്ഡ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ക്രിസ്റ്റലോയിഡ്സ് എന്ന് പറയുന്നത്. അതാണ് അവിടെ ഇംപ്യൂരിറ്റീസ് ആയിട്ട് വരുന്നത്. ആ ക്രിസ്റ്റലോയിഡ്സ് എന്ന് പറയുന്നത് ഈ ഒരു വാട്ടർ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ഉള്ളത് കാരണം ആ സെമി പെർമിയബിൾ മെംബ്രെയിൻസ് കൂടെ പുറത്തേക്ക് വരും. അവിടെ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡും കൂടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഈ ഒരു പ്രോസസ്സ്, ഡയാലിസിസ് പ്രോസസ്സ് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് നടക്കും. നെക്സ്റ്റ് ഈസ് അൾട്രാ ഫിൽട്രേഷൻ. അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു സ്പെഷ്യലി പ്രിപ്പയർഡ് ഫിൽറ്റർ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ഫിൽട്രേഷൻ നടത്തുന്നത്. ഈ അൾട്രാ ഫിൽട്രേഷൻ എന്നൊരു മെത്തേഡിൽ ഓർഡിനറി ഫിൽറ്റർ പേപ്പറിൻ്റെ പോർ സൈസ് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓർഡിനറി ഫിൽറ്റർ പേപ്പറിനെ കൊളോയിഡിയോൺ എന്ന സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുക. കൊളോയിഡിയോൺ എന്ന് പറയുന്നത് 4% ഓഫ് നൈട്രോ സെല്ലുലോസ് ഇൻ എ മിക്സ്ചർ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഈഥർ ആണ്. ആ ഒരു സൊല്യൂഷനിൽ നമ്മൾ ഡിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡിപ്പ് ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ ഉണക്കിയെടുക്കും. എന്നിട്ട് ആ ഫിൽറ്റർ പേപ്പറാണ് നമ്മൾ ഈ ഫിൽട്രേഷൻ എന്ന പ്രോസസ്സിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പോർ സൈസ് കുറച്ചും കൂടിയും ചെറുതായിട്ടുണ്ടാവും. ഈ പോർ സൈസ് ചെറുതാവുമ്പോൾ അത് സ്മോൾ സൈസ്ഡ് ഇംപ്യൂരിറ്റീസിനെ ആ പോർസ് കൂടെ പുറത്തേക്ക് കടത്തിവിടും. എന്നാൽ കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ അവിടെ തന്നെ നിലനിർത്തും. ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ നമുക്ക് ഇതുവഴി പ്യൂരിഫൈ ചെയ്യാം. ദ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ലെഫ്റ്റ് ഓൺ അൾട്രാ ഫിൽറ്റർ പേപ്പർ ആർ ദെൻ സ്റ്റിർഡ് വിത്ത് ഫ്രഷ് ഡിസ്പേർഷൻ മീഡിയം ടു ഗെറ്റ് പ്യുവർ കൊളോയിഡൽ സൊല്യൂഷൻ. അപ്പോൾ ആ മെത്തേഡിനെയാണ് നമ്മൾ അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 3 മെത്തേഡാണ് നമ്മൾ പ്യൂരിഫിക്കേഷന് പഠിച്ചത്. ആദ്യത്തെ മെത്തേഡ്
ഡയാലിസിസ്. അവിടെ സെമി പെർമിയബിൾ മെംബ്രെയിൻ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്യൂരിഫിക്കേഷൻ ചെയ്യും. രണ്ടാമത്തത് ഇലക്ട്രോ ഡയാലിസിസ്. ഇലക്ട്രോ ഡയാലിസിസിൽ നമ്മൾ അതേ ഡയാലിസിസ് പ്രോസസ്സ് തന്നെയാണ്, പക്ഷെ അതിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഡയാലിസിസ് നടത്തും. അപ്പോൾ ആ ഡയാലിസിസ് എന്ന പ്രോസസ്സ് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് നടക്കും. പിന്നെ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അൾട്രാ ഫിൽട്രേഷൻ ആണ്. അൾട്രാ ഫിൽട്രേഷനിൽ സ്പെഷ്യലി പ്രിപ്പയർഡ് ഫിൽറ്റർ പേപ്പർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അവിടെ കൊളോയിഡിയോൺ എന്ന സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഫിൽറ്റർ പേപ്പർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ ആണ്. പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ദീസ് ആർ ദോസ് പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടുമ്പോൾ ആ ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടുകയാണ് ചെയ്യുക. ഈ ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നിങ്ങൾ സൊല്യൂഷൻ എന്ന ചാപ്റ്ററിലാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അവിടെ ഓസ്മോട്ടിക് പ്രഷർ, ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ്, അങ്ങനത്തെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതൊക്കെയാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആയിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ആ പ്രോപ്പർട്ടീസിനെ കുറിച്ച് കൂടുതൽ പറയണില്ല, ജസ്റ്റ് ഒരു കമ്പാരിസൺ മാത്രമാണ് ഇവിടെ നടത്തുന്നത്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ ദോസ് പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോൾ പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടുമ്പോൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് കൂടുകയാണ് ചെയ്യുക. ഇവിടെ നമ്മൾ ട്രൂ സൊല്യൂഷനും കൊളോയിഡിന്റെയും കമ്പാരിസൺ നടത്തുമ്പോൾ എപ്പോഴും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുതൽ ഉണ്ടാവുക ട്രൂ സൊല്യൂഷനാണ്. കാരണം ട്രൂ സൊല്യൂഷനിൽ പാർട്ടിക്കിൾ സൈസ് സ്മോളർ ആയിരിക്കും. അതേ കോൺസെൻട്രേഷനിലുള്ള കൊളോയിഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ പാർട്ടിക്കിൾ സൈസ് കുറച്ചും കൂടി അഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് പാർട്ടിക്കിൾസ് ഉണ്ടാവുക. പാർട്ടിക്കിൾസ് കുറച്ചും കൂടി ബിഗ്ഗർ ആയിരിക്കും. അപ്പോൾ പാർട്ടിക്കിൾസിന്റെ എണ്ണം കുറയും. അപ്പോൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എപ്പോഴും കൂടുതൽ ഉണ്ടായിരിക്കുക ട്രൂ സൊല്യൂഷൻ ആണ്. കൊളോയിഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ട്രൂ സൊല്യൂഷന്റെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് കൂടുതലായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒരു കമ്പാരിസൺ മാത്രമേ നടത്തുന്നുള്ളൂ. ഹെൻസ് ദ വാല്യൂ ഓഫ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ ഓഫ് സ്മോളർ ഓർഡർ ആസ് കമ്പയർഡ് ടു ദ വാല്യൂസ് ഷോൺ ബൈ ട്രൂ സൊല്യൂഷൻ അറ്റ് സെയിം കോൺസെൻട്രേഷൻ. അപ്പോൾ ജസ്റ്റ് അത്രയും ഓർത്ത് വെച്ചാൽ മതി. ട്രൂ സൊല്യൂഷന്റെ പ്രോപ്പർട്ടീസ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആയിരിക്കും നമ്മളെ കൊളോയിഡൽ സൊല്യൂഷൻസിന്റെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനേക്കാളും കൂടുതൽ. അല്ലെങ്കിൽ തിരിച്ചു പറയാം, കൊളോയിഡൽ സൊല്യൂഷൻ അല്ലെങ്കിൽ കൊളോയിഡ്സിന്റെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആയിരിക്കും ട്രൂ സൊല്യൂഷനേക്കാളും ചെറുത്. അടുത്തത് ടിൻഡാൽ എഫക്റ്റ് ആണ്. ടിൻഡാൽ എഫക്റ്റ് നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ടിൻഡാൽ എഫക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡ്സ്. കൊളോയിഡ്സിന് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. ആ ഒരു എബിലിറ്റീനെയാണ് നമ്മൾ ടിൻഡാൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് ആദ്യം കണ്ടെത്തിയത് ഫാരഡേ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അതിനുശേഷം അതിന്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് പറഞ്ഞത് ടിൻഡാൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ ടിൻഡാൽ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ ജസ്റ്റ് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡ്സ്. അപ്പോൾ ആ ടിൻഡാൽ എഫക്റ്റ് കാരണമാണ് ഒരു ഫോഗ് ഉള്ള സമയത്ത് ഈ വണ്ടീൻ്റെ ഹെഡ്ലൈറ്റ് ഒക്കെ നമുക്ക് തെളിഞ്ഞ് കാണുന്നത്. കാരണം ഫോഗ് എന്ന് പറയുന്നത് ഒരു കൊളോയിഡൽ സിസ്റ്റമാണ്. അപ്പോൾ അത് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ടിൻഡാൽ എഫക്റ്റിന്റെ പിക്ചറാണ്. അതിൽ നിങ്ങൾക്കൊരു കോൺ ഷേപ്പ് കാണാം. ആ കോൺ ഷേപ്പിന് ലൈറ്റ് സ്കാറ്റർ ചെയ്ത ആ ഒരു പോർഷൻ, അതിനെയാണ് നമ്മൾ ടിൻഡാൽ കോൺ എന്ന് പറയുന്നത്. അപ്പൊ ടിൻഡാൽ എഫക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡ്സ്. നമ്മൾ ഡാർക്ക് മീഡിയത്തിലാണ്, ഡാർക്ക് സറൗണ്ടിങ്ങിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ടിൻഡാൽ കോൺ നമുക്ക് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് കളർ. Color of the colloidal solution depend upon the wavelength of light scattered by the dispersed particles. Dispersed particles അതിലെ ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നുണ്ടാവും. ആ ലൈറ്റിന്റെ വേവ് ലെങ്തിനായിരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കും കൊളോയിഡ്സിന്റെ കളർ. ആൻഡ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഫർദർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈസ് ആൻഡ് നേച്ചർ ഓഫ് പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസിന്റെ സൈസിനെയും നേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന്റെ വേവ് ലെങ്ത്. അപ്പോൾ എപ്പോഴും പാർട്ടിക്കിൾസിന്റെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കൊളോയിഡൽ സൊല്യൂഷന്റെ കളർ എന്ന് പറയുന്നത് ഇറ്റ് മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് സ്കാറ്റേർഡ് ബൈ ദ പാർട്ടിക്കിൾസ് ആൻഡ് ഓൾസോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഈ വേവ് ലെങ്ത് എന്ന ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്യുക പാർട്ടിക്കിൾസിന്റെ സൈസിനെയും ആൻഡ് നേച്ചർ ഓഫ് ദ പാർട്ടിക്കിൾസ്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരു ഫൈൻ ആയിട്ടുള്ള ഫൈനസ്റ്റ് ഗോൾഡ് സോളിഡ്സ് റെഡ് ഇൻ കളർ. അതിലെ ഫൈൻ പാർട്ടിക്കിൾസ്, അതിന്റെ പാർട്ടിക്കിൾസ് ചെറുതാണെങ്കിൽ അതിന്റെ കളർ റെഡ് ആയിരിക്കും. ഇനി പാർട്ടിക്കിൾസിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് അത് പർപ്പിൾ കളറായിട്ട് അപ്പിയർ ചെയ്യും, പിന്നെ ബ്ലൂ കളറായിട്ട് അപ്പിയർ ചെയ്യും, പിന്നെ ഫൈനലി ഗോൾഡൻ കളറായിട്ട് അപ്പിയർ ചെയ്യും. അപ്പോൾ ഈ കളർ എന്ന ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്യുക പാർട്ടിക്കിൾസിന്റെ സൈസിനെയാണ്. പാർട്ടിക്കിളുടെ സൈസിനനുസരിച്ചാണ് അത് ഏത്
ലൈറ്റിനെ സ്കാറ്റർ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് ബ്രൗണിയൻ മൂവ്മെന്റ്. ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കണ്ടിന്യൂസ് സിഗ്സാഗ് മോഷൻ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ്. ഇത് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഇതിന് ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന പേര് വരുന്നത്. ഇറ്റ് ഈസ് ദ കണ്ടിന്യൂസ് സിഗ്സാഗ് മോഷൻ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ്. ഈ ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറയുന്നത് 2 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒന്നാമത്തത് സൈസ് ഓഫ് ദ പാർട്ടിക്കിൾസ് ആൻഡ് വിസ്കോസിറ്റി. പാർട്ടിക്കിൾസിന്റെ സൈസ് കുറയുമ്പോൾ ഈ ഒരു മൂവ്മെന്റ് കൂടും. അപ്പോൾ ബ്രൗണിയൻ മൂവ്മെന്റ് ഇൻക്രീസ് ചെയ്യും. അതേപോലെ വിസ്കോസിറ്റി ഓഫ് കൊളോയിഡൽ മീഡിയം. കൊളോയിഡൽ മീഡിയത്തിന്റെ വിസ്കോസിറ്റി കുറവാണെങ്കിൽ ആ ഒരു മൂവ്മെന്റ് ഫാസ്റ്റ് ആയിട്ട് നടക്കും. വിസ്കസ് സൊല്യൂഷനിൽ മൂവ്മെന്റ് സ്ലോ ആണ്. അപ്പോൾ വിസ്കോസിറ്റി കുറയുമ്പോഴാണ് ഈ മൂവ്മെന്റ് ഫാസ്റ്റ് ആയിട്ട് നടക്കുക. അപ്പോൾ ബ്രൗണിയൻ മൂവ്മെന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ 2 ഫാക്ടേഴ്സ്. One is size of the particles and second one is viscosity of the colloidal medium. Brownian movement has been explained to be due to the unbalanced bombardment of the particles by the molecules of the dispersion medium. ഈ ഡിസ്പേർഷൻ മീഡിയം ആയിട്ടുള്ള കണ്ടിന്യൂസ് കൊളീഷൻ കാരണമാണ് ഈ ബ്രൗണിയൻ മൂവ്മെന്റ് നടക്കുന്നത്. ഈ ബ്രൗണിയൻ മൂവ്മെന്റ് കാരണം ഈ കൊളോയിഡ്സിൽ ഒരു സ്റ്റിറിങ് എഫക്റ്റ്, അതായത് ഒരു ഇളക്കണ എഫക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ സ്റ്റിറിങ് എഫക്റ്റ് കാരണം കൊളോയിഡ്സ് ഒരിക്കലും സെറ്റിൽ ചെയ്യില്ല. അതുകൊണ്ടാണ് കൊളോയിഡ്സിന്റെ സ്റ്റെബിലിറ്റി എന്നൊരു ഫാക്ടറിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടറാണ് ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് സ്റ്റിറിങ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കാരണം അതിന് ഒരിക്കലും സെറ്റിൽ ചെയ്യാൻ കഴിയില്ല. സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ കൊളോയിഡ്സിന് സ്റ്റെബിലിറ്റി ഇല്ല. അപ്പോൾ കൊളോയിഡ്സിന്റെ സ്റ്റെബിലിറ്റിക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഫാക്ടറും കൂടിയാണ് ഈ ബ്രൗണിയൻ മൂവ്മെന്റ്. നെക്സ്റ്റ്, ചാർജ് ഓൺ കൊളോയിഡൽ പാർട്ടിക്കിൾസ്. കൊളോയിഡൽ പാർട്ടിക്കിൾസിന് എന്തെങ്കിലും ഒരു ചാർജ് ഉണ്ടായിരിക്കും. ഒന്നില്ലെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. സോ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഓൾവേസ് ക്യാരി എ ചാർജ്. ഐദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ ഇറ്റ് ഈസ് നെഗറ്റീവ്. ഇനി ചാർജിനുള്ള കാരണം എന്ന് പറയുന്നത് അവിടെ പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ഓഫ് കോമൺ അയോൺ എന്നൊരു ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. കുറേ എക്സ്പ്ലനേഷൻസും കുറേ തിയറീസ് ഒക്കെ വന്നിട്ടുണ്ട് ഈ ചാർജിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ അവിടെ നമ്മൾ കൂടുതലായിട്ടും ഫോളോ ചെയ്യുന്ന ഒരു ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ഓഫ് അയോൺസ് ആണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൊളോയിഡ്സിൽ എങ്ങനെയാണ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, കൊളോയിഡ്സ് ഓൾവേസ് ക്യാരി ആൻ ഇലക്ട്രിക് ചാർജ്. ഐദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ ഇറ്റ് ഈസ് നെഗറ്റീവ്. ഇപ്പം പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ഓഫ് അയോൺസ് എന്നൊരു കാര്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൊളോയിഡ്സിൻ്റെ ചാർജ് ഇവിടെ പറയുന്നത്. അവിടെ ഒരു എക്സാമ്പിൾ പറയാം. വെൻ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഈസ് ആഡഡ് ടു പൊട്ടാഷ്യം അയോഡൈഡ് സൊല്യൂഷൻ. നമ്മൾ കൂടുതൽ എടുക്കുന്നത് പൊട്ടാഷ്യം അയോഡൈഡ് ആണ്. അതിലേക്ക് കുറച്ച് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യാണ്. അപ്പോൾ അവിടെ ആ സമയത്ത് പ്രസിപ്പിറ്റേഷൻ നടക്കും. സിൽവർ അയോഡൈഡ് ആണ് അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക. സിൽവർ അയോഡൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുമ്പോൾ താഴെ അതിൻ്റെ എഴുതിയിട്ട് AgI പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. AgI പ്രസിപ്പിറ്റേറ്റ് ചെയ്യുമ്പോൾ അവിടെ ആ സൊല്യൂഷനിൽ പൊട്ടാഷ്യം അയോഡൈഡിന്റെ സൊല്യൂഷൻ ആയതുകൊണ്ട് ഇവിടെ ആ I- പൊട്ടാഷ്യം അയോഡൈഡും സിൽവർ നൈട്രേറ്റും ആണ്. അപ്പോൾ അവിടെ സിൽവർ അയോഡൈഡ് പ്രസിപ്പിറ്റ് ചെയ്യുമ്പോൾ പൊട്ടാഷ്യം നൈട്രേറ്റ് ആ സൊല്യൂഷനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ആ അയോഡൈഡ് എന്ന് പറയുന്ന ഓപ്പോസിറ്റ് ചാർജ് കോമൺ ആയിട്ടുള്ള അയോൺ ആണ്. അതായത് ഈ പ്രസിപ്പിറ്റേറ്റിലുള്ളത് അയോഡൈഡ് ഉണ്ട്, ആ സൊല്യൂഷനിലുള്ളതും I- ഉണ്ട്. അപ്പൊ ഇതിലെ കോമൺ അയോൺ, പ്രസിപ്പിറ്റേറ്റിനോട് കോമൺ ആയിട്ടുള്ള അയോണായ I- ഇതിന്റെ മുകളിൽ വന്നിട്ട് അഡ്സോർബ് ചെയ്യും, സ്റ്റിക്ക് ചെയ്യും. അപ്പോൾ അത് കാരണം ഇതിനൊരു നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു കേസിൽ, നമ്മൾ ആദ്യത്തെ കേസിൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഇസ് ആഡഡ് ടു പൊട്ടാഷ്യം അയോഡൈഡ് സൊല്യൂഷൻ ആണെങ്കിൽ AgI പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. എന്നിട്ട് അതിൽ കോമൺ അയോണായ I- അതിന്റെ മുകളിൽ അഡ്സോർബ് ചെയ്തിട്ട് ആ ഒരു നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പെപ്റ്റൈസേഷൻ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ പെപ്റ്റൈസേഷൻ ആണ് ഇവിടെ നടക്കുക. ഈ I- അയോൺസ് അതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷൻ ഇറ്റ് ഡിസ്പേഴ്സ് ഇൻ ടു സ്മോൾ പാർട്ടിക്കിൾസ് ഹാവിങ് കൊളോയിഡൽ സൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ AgIന്റെ കൊളോയിഡാണ് കിട്ടുക. ഇനി നേരെ തിരിച്ചാണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. നമ്മൾ when Ki സൊല്യൂഷൻ ഈസ് ആഡഡ് ടു AgNO3 സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ കൂടുതൽ എടുക്കുന്നത് AgNO3 സൊല്യൂഷൻ ആണ്. അതിലേക്ക് കുറച്ച് Ki സൊല്യൂഷൻ ആഡ് ചെയ്യുക. ഇവിടെയും പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക AgI ആണ്. AgIന്റെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും.
എന്നിട്ട് ഇവിടെ കോമൺ ആയിട്ടുള്ള അയോൺ എന്ന് പറയുന്ന ആ സൊല്യൂഷനിൽ എക്സസ് ആയിട്ട് കിടക്കുക Ag+ എന്ന് പറയുന്നതും NO3- അയോൺസും ആ സൊല്യൂഷനിൽ ഉണ്ടായിരിക്കും. അപ്പൊ ആ സൊല്യൂഷനിലെ കോമൺ അയോൺ എന്ന് പറയുന്നത് Ag+ ആണ്. അപ്പൊ പോസിറ്റീവ്ലി ചാർജ്ഡ് Ag+ അതിന്റെ മുകളിൽ അഡ്സോർബ് ചെയ്യും. അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ പെപ്റ്റൈസേഷൻ ആണ് നടക്കുക. പിന്നെ പെപ്റ്റൈസേഷൻ നടക്കുമ്പോൾ ഈ ഡിസ്പേഴ്സ് ഇൻ ടു സ്മോൾ പാർട്ടിക്കിൾസ് ഹാവിങ് കൊളോയിഡൽ സൈസ്. അപ്പൊ നമുക്ക് കിട്ടുക Ag അതിന്റെ പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് ആണ്. അപ്പൊ സിൽവർ അയോഡൈഡ് ഫസ്റ്റ് കേസിൽ നമുക്ക് നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് കിട്ടി, സെക്കൻഡ് കേസിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് ആണ് കിട്ടിയത്. ഇനി ഇവിടെ ഈ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് കിട്ടുന്ന സമയത്ത് the presence of equal and similar charges on the colloidal particles is largely responsible in providing stability to the colloidal solution. അപ്പൊ ഈ ഇതിന്റെ മുകളിൽ ചാർജ് ഡെവലപ്പ്, ആദ്യത്തെ കേസിൽ Agi നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഈ ചാർജ് ഉള്ളത് കാരണം ഒരിക്കലും അത് പഴയ പോലെ അട്രാക്ട് ചെയ്തിട്ട് ബിഗർ സൈസ്ഡ് Agi പ്രസിപ്പിറ്റേറ്റ് ആയി മാറില്ല. കാരണം ആദ്യത്തെ കേസിൽ ഈ കംപ്ലീറ്റ് കൊളോയിഡൽ പാർട്ടിക്കിൾസിലും നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ അത് അടുത്തേക്ക് വരുമ്പോൾ ഈ റിപ്പൽഷൻ കാരണം, ഒരേ ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് അത് റിപ്പൽ ചെയ്യും. അപ്പൊ റിപ്പൽഷൻ കാരണം അത് ഒരിക്കലും പഴയ പോലെ അഗ്രിഗേറ്റ് ചെയ്തിട്ട് ബിഗർ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറില്ല. രണ്ടാമത്തെ കേസിൽ കംപ്ലീറ്റ് പോസിറ്റീവ് ചാർജ് ആണ് Agi വരുന്നത്. അപ്പൊ ഇത് ഈ പാർട്ടിക്കിൾസ്, കൊളോയിഡൽ പാർട്ടിക്കിൾസ് അടുത്തേക്ക് വരുമ്പോൾ പോസിറ്റീവ് ചാർജ് സറൗണ്ട് ചെയ്യുന്നത് കാരണം അവിടെ റിപ്പൽഷൻ നടക്കും. റിപ്പൽഷൻ നടക്കുമ്പോൾ അത് പഴയ പോലെ അഗ്രിഗേറ്റ് ചെയ്തിട്ട് ബിഗർ പാർട്ടിക്കിൾസ് ആവില്ല. അപ്പൊ ഈ ചാർജ് എന്ന് പറയുന്നത് കൊളോയിഡ്സിന്റെ സ്റ്റെബിലിറ്റിക്ക് കാരണമായിട്ടുള്ള ഒരു ഫാക്ടറാണ്. നെക്സ്റ്റ് ഈസ് ഹെൽംഹോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. നേരത്തെ നമ്മൾ കണ്ട കേസിൽ തന്നെ ഇവിടെ രണ്ട് ലെയേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം കണ്ട കേസിൽ Agi പ്രസിപ്പിറ്റേറ്റ് ചെയ്തു, അതിന്റെ മുകളിൽ I- അഡ്സോർബ് ചെയ്യും. ആ ഫസ്റ്റ് ലെയറിനെ നമ്മൾ I- ലെയറിനെ നമ്മൾ ഫിക്സഡ് ലെയർ എന്ന് പറയും. ഇനി ആ സൊല്യൂഷനിൽ നമ്മൾ ആദ്യത്തെ കേസിൽ പിന്നെ Ki സൊല്യൂഷൻ ആണ് എടുത്തത്. Ki സൊല്യൂഷൻ എടുക്കുമ്പോൾ ആ സൊല്യൂഷനിൽ K+ അയോൺസ് ഉണ്ടായിരിക്കും. ആ K+ അയോൺസ് ഈ ഒരു സൊല്യൂഷനിൽ എക്സസ് ആയി കിടക്കുമ്പോൾ അത് ഓപ്പോസിറ്റ് ചാർജ് ആണ്. I- നേരെ ഓപ്പോസിറ്റ് ചാർജ് ആണ് K+ വരുന്നത്. അത് സെക്കൻഡ് ലെയർ ആയിട്ട് അതിന്റെ മുകളിൽ അഡ്സോർബ് ചെയ്യും. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ലെയർ കിട്ടും. അതിനെ നമ്മൾ ഡിഫ്യൂസ്ഡ് ലെയർ അല്ലെങ്കിൽ മൊബൈൽ ലെയർ എന്ന് വിളിക്കും. So adsorption of the positive or negative charge on the surface of colloidal particles attract the counter ion from the medium, forming a second layer. അടുത്ത കേസിൽ Agi പ്രസിപ്പിറ്റേറ്റ് ചെയ്തു, അപ്പൊ Ag+ അഡ്സോർബ് ചെയ്തു, എന്നിട്ട് അത് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആയിട്ട് മാറി. Ag+ ഉള്ള കേസിൽ NO3- ആണ് അവിടെ കൗണ്ടർ അയോൺ ആയിട്ട് വരുന്നത്. അപ്പൊ അത് സെക്കൻഡ് ലെയർ ആയിട്ട് അഡ്സോർബ് ചെയ്യും. അപ്പൊ ആദ്യത്തെ ലെയർ Ag+ എന്ന് പറയുന്നത് ഫിക്സഡ് ലെയർ ആണ്. രണ്ടാമത്തെ ലെയർ NO3- എന്ന് പറയുന്നത് മൊബൈൽ ലെയർ അല്ലെങ്കിൽ ഡിഫ്യൂസ്ഡ് ലെയർ ആണ്. ഈ കൊളോയിഡ്സിന്റെ ചാർജിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിന്റെ ഫിക്സഡ് ലെയർ ആണ്. ഒരിക്കലും മൊബൈൽ ലെയർ അതിന്റെ ചാർജിന് കാരണമല്ല. ഇനി ദ കോമ്പിനേഷൻ ഓഫ് 2 ലെയേഴ്സ് ഓഫ് ഓപ്പോസിറ്റ് ചാർജസ്. ഇവിടെ രണ്ട് ലെയേഴ്സ് വന്നു, ഓപ്പോസിറ്റ് ചാർജസ് ഉള്ള ഫിക്സഡ് ലെയറും വന്നു, മൊബൈൽ ലെയറും വന്നു. അപ്പോൾ ഈ ഒരു ഓപ്പോസിറ്റ് ചാർജസ് ഉള്ള രണ്ട് ലെയേഴ്സ് അടുത്തടുത്ത് വരുമ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യും. ആൻഡ് ഈ ഒരു രണ്ട് ലെയേഴ്സിന്റെ കോമ്പിനേഷന് നമ്മൾ പറയുക ഹെൽംഹോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്നാണ് പറയുക. ദ കോമ്പിനേഷൻ ഓഫ് 2 ലെയേഴ്സ് ഓഫ് opposite charges around the colloidal particle is called Helmholtz electrical double layer. അപ്പോൾ ഏതാണോ ഫിക്സഡ് ലെയർ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കും അതിലെ മൊബൈൽ ലെയറിന് ഉണ്ടായിരിക്കുക. ഈ രണ്ട് ലെയേഴ്സിന്റെ കോമ്പിനേഷനെയാണ് ഹെൽംഹോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്ന് വിളിക്കുന്നത്. ഇനി സീറ്റ പൊട്ടൻഷ്യൽ എന്താന്ന് നോക്കാം. ഈ രണ്ട് ലെയേഴ്സ് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ലെയേഴ്സ് ആണ്. അതുകൊണ്ട് അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യും ഈ രണ്ട് ലെയേഴ്സിന്റെ ഇടയിൽ. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സീറ്റ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ദ ഫിക്സഡ് ലെയർ ഓഫ് അയോൺ ഈസ് ഫേംലി ഹെൽഡ് ആൻഡ് ഈസ് ടേംഡ് ഫിക്സഡ് ലെയർ, വൈൽ ദ second layer is mobile, which is termed as diffused layer. നേരത്തെ ഞാൻ പറഞ്ഞതാണ്. The potential difference between the fixed layer and diffused layer
of opposite charges is called electrokinetic potential or zeta potential. അടുത്തത് ഇലക്ട്രോഫോറസിസ് ആണ്. ഇലക്ട്രോഫോറസിസ് എന്ന് പറയുമ്പോൾ കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ ആ കൊളോയിഡൽ പാർട്ടിക്കിൾസിന് അതത് ഇലക്ട്രോഡ്സിലേക്ക് മൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. When electric potential is applied across two platinum electrodes dipped in a colloidal solution, the colloidal particles move towards one or the other electrode. ഇപ്പോൾ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഇവിടെ നമ്മൾ ഒരു യു ഷേപ്ഡ് ട്യൂബിലാണ് നമ്മൾ ഇലക്ട്രോഫോറസിസ് നടത്തുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ പിക്ചർ ഉണ്ട്. The movement of colloidal particles under an applied electric potential is called electrophoresis. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള പിക്ചർ. അവിടെ ഈ യു ഷേപ്ഡ് ഗ്ലാസ് ട്യൂബിലാണ് ഇലക്ട്രോഫോറസിസ് നടത്തുക. അവിടെ ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്. ടെക്സ്റ്റിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. സാധാരണ ഇലക്ട്രിസിറ്റി കൺസ്യൂമിങ് ഡിവൈസസിൽ ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവ് ആയിരിക്കും. ഇതൊരു ഇലക്ട്രിസിറ്റി കൺസ്യൂമിങ് ഡിവൈസ് ആണ്. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസിങ് ഡിവൈസസിലാണ് ആനോഡ് നെഗറ്റീവും കാഥോഡ് പോസിറ്റീവും ഉള്ളത്. അപ്പോൾ ഇവിടെ ഇലക്ട്രിസിറ്റി കൺസ്യൂമിങ് ഡിവൈസ് ആണ്. ഇപ്പോൾ ആനോഡിന്റെ സ്ഥലത്ത് പോസിറ്റീവ് എന്നാണ് വേണ്ടത്, കാഥോഡിന്റെ സ്ഥലത്ത് നെഗറ്റീവ് എന്നാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊളോയിഡ് ഫില്ല് ചെയ്തിട്ട് കറണ്ട് കണക്ഷൻ കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് സപ്പോസ് ദ കൊളോയിഡ്സ് മൂവ് ടുവേർഡ്സ് കാഥോഡ്. അപ്പം നെഗറ്റീവ് ചാർജ് ആണ് കാഥോഡിന് വേണ്ടത് കേട്ടോ. അപ്പോൾ കാഥോഡിന് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ കൊളോയിഡ്സ് കാഥോഡിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരെ ഓപ്പോസിറ്റ് ചാർജ് ആണ് കൊളോയിഡ്സിന് ഉള്ളത്. അപ്പോൾ കൊളോയിഡ്സ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് കാഥോഡിന്റെ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത്. കാരണം കാഥോഡ് നെഗറ്റീവ് ചാർജ് ആണ്. ഇനി ആനോഡ് ഇലക്ട്രിസിറ്റി കൺസ്യൂമിങ് ഡിവൈസസിൽ പോസിറ്റീവ് ആണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കൊളോയിഡ്സ് കറണ്ട് കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ആനോഡിന്റെ സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൊളോയിഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. കാരണം നേരെ ഓപ്പോസിറ്റ് ചാർജിന്റെ സൈഡിലേക്കാണ് അവിടെ മൂവ്മെന്റ് നടക്കുക. എന്നിട്ട് ആ ചാർജ് ന്യൂട്രലൈസേഷൻ നടക്കും. ആനോഡ് പോസിറ്റീവ് ആണെങ്കിൽ ഈ നെഗറ്റീവ്ലി ചാർജ് കൊളോയിഡ്സ് അവിടെ ചെന്നിട്ട് അതിൻ്റെ ചാർജ് കംപ്ലീറ്റ് ന്യൂട്രലൈസ് ചെയ്തിട്ട് അത് ബിഗ്ഗർ പാർട്ടിക്കിൾസ് ആയിട്ട് അവിടെ പോയിട്ട് സെറ്റിൽ ചെയ്യും, അഗ്രിഗേറ്റ് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇലക്ട്രോ ഓസ്മോസിസ് ആണ്. ഇലക്ട്രോ ഓസ്മോസിസിൽ when electrophoresis, that is movement of particles in, is prevented by some suitable means, it is observed that dispersion medium begins to move in an electric field. അപ്പോൾ ഡിസ്പേർഷൻ മീഡിയം നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇലക്ട്രോഫോറസിസ് ആണ്. ആ സമയത്ത് നമ്മൾ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഈസ് പ്രിവെന്റഡ് ബൈ സ്യൂട്ടബിൾ മീൻസ്. ഏതെങ്കിലും ഒരു സ്യൂട്ടബിൾ മീൻസോട് കൂടി ആ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റിനെ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ആ സമയത്ത് ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് ദ ഡിസ്പേർഷൻ മീഡിയം ബിഗിൻസ് ടു മൂവ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഡിസ്പേർഷൻ മീഡിയം ആണ് അവിടെ മൂവ് ചെയ്യുക. ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ് അല്ല, ഡിസ്പേർഷൻ മീഡിയം മൂവ് ചെയ്യും ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. ആൻഡ് ദിസ് മൂവ്മെന്റ് ഈസ് നോൺ ആസ് ഇലക്ട്രോ ഓസ്മോസിസ്. Next is coagulation or precipitation. The process of settling of colloidal particles is called coagulation. കൊളോയിഡ്സിനെ സെറ്റിൽ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ coagulation അല്ലെങ്കിൽ precipitation എന്ന് പറയുന്നത്. The coagulation of lyophobic salts can be carried out in the following ways. എങ്ങനെയാണ് lyophobic colloidsനെ coagulate ചെയ്യുക എന്ന് നോക്കാം. ഒന്നാമത്തെ മെത്തേഡാണ് ബൈ ഇലക്ട്രോഫോറസിസ്. ഇലക്ട്രോഫോറസിസ് നേരത്തെ നമ്മൾ കണ്ടതാണ്. എന്താണോ ചാർജ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഇലക്ട്രോഡിന്റെ അവിടെ പോയിട്ട് കൊയാഗുലേറ്റ് ചെയ്യും. ചാർജ് ന്യൂട്രലൈസേഷൻ നടക്കും, എന്നിട്ട് അവിടെ കൊയാഗുലേഷൻ നടക്കും. ദ കൊളോയിഡൽ പാർട്ടിക്കിൾസ് മൂവ് ടുവേർഡ്സ് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ്സ് വെൻ ആൻഡ് ഗെറ്റ് ഡിസ്ചാർജ് ആൻഡ് പ്രസിപ്പിറ്റേറ്റഡ്. അപ്പോൾ അതാണ് ഇലക്ട്രോഫോറസിസ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അടുത്തത് ബൈ മിക്സിംഗ് ടു ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് സോൾട്സ്. രണ്ട് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് കൊളോയിഡ്സ് മിക്സ് ചെയ്യുക, ഈക്വൽ എമൗണ്ട് എടുത്തിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡും നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ്സും മിക്സ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ്സ് നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ്സിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ സഹായിക്കും. നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ്സ് പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ്സിനെയും കൊയാഗുലേറ്റ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊയാഗുലേഷന് സഹായിക്കുകയാണ്. അതുകൊണ്ട് ഈ മെത്തേഡിനെ നമ്മൾ മ്യൂച്വൽ കൊയാഗുലേഷൻ എന്ന് വിളിക്കും. ദിസ് ടൈപ്പ് ഓഫ് കൊയാഗുലേഷൻ ഈസ് കോൾഡ് മ്യൂച്വൽ കൊയാഗുലേഷൻ.
അടുത്ത മെത്തേഡാണ് ബൈ ബോയിലിംഗ്. ബോയിൽ ചെയ്യുമ്പോൾ കുറേ നേരം നമ്മൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് അവിടെ ദർ ഇസ് എ കണ്ടിന്യൂസ് കൊളിഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. ഈ കൊളിഷൻ നടക്കുമ്പോൾ കൊളോയിഡ്സിന്റെ മുകളിലുള്ള ഫിക്സഡ് ലെയർ ഗെറ്റ് ഡിസ്റ്റർബ്ഡ്. ആ ഫിക്സഡ് ലെയേഴ്സ് ഡിസ്റ്റർബ്ഡ് ആവുന്ന സമയത്ത് ദേ ഈസിലി സെറ്റിൽ ഡൗൺ. അതൊക്കെ കൂടെ അഗ്രിഗേറ്റ് ചെയ്തിട്ട് അത് പെട്ടെന്ന് സെറ്റിൽ ചെയ്യും. വെൻ എ സോൾ ഈസ് ബോയിൽഡ്, the adsorbed layer is disturbed due to increased collision with the molecules of dispersion medium. This reduces the charge on particles and ultimately leads to settling down of colloidal particles. Next is by persistent dialysis. നേരത്തെ നമ്മൾ ഡയാലിസിസ് എന്താണെന്ന് കണ്ടു. അപ്പോൾ ഡയാലിസിസ് നടത്തുമ്പോൾ കുറേ നേരം ഡയാലിസിസ് ചെയ്യുക, അതിനെയാണ് നമ്മൾ പെർസിസ്റ്റന്റ് പ്രൊലോങ്ഡ് ഡയാലിസിസ്, അതിനെയാണ് പെർസിസ്റ്റന്റ് ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ കുറേ നേരം ഡയാലിസിസ് ചെയ്യുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു സ്മോൾ എമൗണ്ട് ഓഫ് ഇമ്പ്യൂരിറ്റീസ് അവിടെ വേണം. അപ്പോൾ ആ എന്നാലേ കൊളോയിഡ്സിന് സ്റ്റെബിലിറ്റി ഉള്ളൂ. അപ്പോൾ ആ ഇമ്പ്യൂരിറ്റീസും കൂടി പുറത്തേക്ക് പോവുകയാണ് കുറേ നേരം നമ്മൾ ഡയാലിസിസ് ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഇമ്പ്യൂരിറ്റീസും കൂടി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് ആവശ്യമായ ട്രേസ് എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ്സ് ആണ് സാധാരണ ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് വരിക. അതും കൂടി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് അൺസ്റ്റേബിൾ ആവും ആൻഡ് ഫൈനലി ഇറ്റ് ലീഡ്സ് ടു കൊയാഗുലേഷൻ ഓഫ് കൊളോയിഡ്സ്. അതിനാണ് നമ്മൾ പെർസിസ്റ്റന്റ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് മെത്തേഡാണ് ബൈ ആഡിങ് ഇലക്ട്രോലൈറ്റ്സ്. സാധാരണ ഇലക്ട്രോലൈറ്റ്സിൽ ഒരു ആനിയോൺ പാർട്ടും ഉണ്ടായിരിക്കും, കാറ്റയോൺ പാർട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ കൊളോയിഡ്സിന് എന്താണോ, അപ്പോൾ സപ്പോസ് പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡിലേക്ക് നമ്മളൊരു ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോലൈറ്റിലെ നെഗറ്റീവ് പാർട്ട് വന്നിട്ട് ഇതിനെ കൊയാഗുലേറ്റ് ചെയ്യും. ഇനി നേരെ തിരിച്ചാണ്, നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡിലേക്കാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രോലൈറ്റിലെ പോസിറ്റീവ് പാർട്ട് വന്നിട്ട് ഇതിനെ കൊയാഗുലേറ്റ് ചെയ്യും. അപ്പോൾ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കൊയാഗുലേഷൻ നടക്കും. കാരണം ഇലക്ട്രോലൈറ്റ്സിൽ പോസിറ്റീവ് പാർട്ടും ഉണ്ട്, നെഗറ്റീവ് പാർട്ടും ഉണ്ട്. അപ്പോൾ ഇത് എന്തായാലും കൊയാഗുലേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രസിപ്പിറ്റേഷൻ എന്നൊരു കാര്യം അവിടെ നിർബന്ധമായിട്ടും നടന്നിരിക്കും. അപ്പോൾ നമ്മൾ ലയോഫോബിക് കൊളോയിഡ്സിൻ്റെ കൊയാഗുലേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ആണ് പറഞ്ഞത്. ആദ്യത്തെ മെത്തേഡാണ് ഇലക്ട്രോഫോറസിസ്. രണ്ടാമത്തെ മെത്തേഡ് പറഞ്ഞത് ബൈ മിക്സിംഗ് ടു ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് കൊളോയിഡ്സ്. മൂന്നാമത് പറഞ്ഞത് ബൈ ബോയിലിംഗ്. നാലാമത്തെ മെത്തേഡ് പറഞ്ഞത് ബൈ പെർസിസ്റ്റന്റ് ഡയാലിസിസ്. അഞ്ചാമത്തെ മെത്തേഡ് പറഞ്ഞത് ബൈ ആഡിങ് ആൻ ഇലക്ട്രോലൈറ്റ്. Next, the ions responsible for neutralization of charge on the particles is called coagulating ion. ഏത് അയോണിന്റെ കാരണം കൊണ്ടാണോ ഇതിന്റെ ന്യൂട്രലൈസേഷൻ നടക്കുന്നത്, കൊളോയിഡ്സിന്റെ ന്യൂട്രലൈസേഷൻ നടക്കുന്നത്, ന്യൂട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ചാർജ് ഇല്ലാണ്ടായി പോവുക, ന്യൂട്രലൈസേഷൻ നടക്കുന്നത്, അതിനെയാണ് നമ്മൾ കൊയാഗുലേറ്റിംഗ് അയോൺ എന്ന് പറയുന്നത്. A negative ion causes the precipitation of positively charged colloids and നേരെ തിരിച്ചു, ഒരു പോസിറ്റീവ് ചാർജ്ഡ് അയോൺസ് കോസ് ദ പ്രസിപ്പിറ്റേഷൻ ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ്സ്. ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു റൂളാണ് പറയാൻ പോകുന്നത്, ഹാർഡി-ഷൂൾസ് റൂളിൽ പറയുന്നത് ദ ഗ്രേറ്റർ ദ വാലൻസി ഓഫ് ഫ്ലോക്കുലേറ്റിംഗ് അയോൺ. ഫ്ലോക്കുലേറ്റിംഗ് അയോൺ എന്ന് പറയുമ്പോൾ കൊയാഗുലേറ്റിംഗ് അയോൺ എന്നുള്ള മീനിങ് തന്നെയാണ് ആഡഡ്. ദ ഗ്രേറ്റർ ഈസ് ഇറ്റ്സ് പവർ ടു കോസ് പ്രസിപ്പിറ്റേഷൻ. അപ്പോൾ ഈ കൊയാഗുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അയോൺസിന്റെ വാലൻസി കൂടുന്നതിനനുസരിച്ച് അതിന് കൊയാഗുലേഷൻ നടത്താനുള്ള പവർ കൂടിക്കൂടി വരും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും. ഇൻ കൊയാഗുലേഷൻ ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് ദ ഫ്ലോക്കുലേറ്റിംഗ് പവർ ഇസ് ഇൻ ദ ഓർഡർ Al3+ ഗ്രേറ്റർ ദാൻ Ba2+ ഗ്രേറ്റർ ദാൻ Na+. അപ്പോൾ ഇവിടെ 3+, Al3+നാണ് വാലൻസി കൂടുതൽ. അപ്പോൾ അത് നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ്സിനെ പെട്ടെന്ന് കൊയാഗുലേറ്റ് ചെയ്യും. പിന്നെ Ba2+നാണ് വാലൻസി കൂടുതൽ, പിന്നെ Na+. അപ്പോൾ അതിൻ്റെ കൊയാഗുലേഷൻ നടത്താനുള്ള പവർ കുറഞ്ഞു വരികയാണ് ചെയ്യുക വാലൻസി കുറയുന്നതിനനുസരിച്ച്. അതേപോലെ തന്നെ നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ്സ് ആണെങ്കിലും, നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ്സിൻ്റെ കേസിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആണെങ്കിൽ ഇതാണ് അതിൻ്റെ ഓർഡർ FeCN6 4 times. FeCN6 4 times എന്ന് പറയുമ്പോൾ അതിന് 4 times ആണ് അതിൻ്റെ വാലൻസി വരുന്നത്. ഫെറോസൈനൈഡ് അയോൺ ആണ്. പിന്നെ നെക്സ്റ്റ് ഫോസ്ഫേറ്റ് PO4 3- ആണ് വരുന്നത്. പിന്നെ സൾഫേറ്റ് SO4 2-, പിന്നെ ക്ലോറൈഡ് Cl-.
അപ്പോൾ 4- ചാർജ് ഉള്ള ഫെറോസൈനൈഡ് അയോണിനായിരിക്കും പോസിറ്റീവ്ലി ചാർജ് കൊളോയിഡിനെ കൊയാഗുലേറ്റ് ചെയ്യാനുള്ള പവർ ഏറ്റവും കൂടുതൽ. പിന്നെ 3- വാലൻസി ഉള്ള ഫോസ്ഫേറ്റിന്, പിന്നെ SO4 2- പിന്നെ Cl-ന്. അപ്പോൾ ഹാർഡി-ഷൂൾസ് റൂളിൽ എത്രയാണ് പറയുന്നത്? ദ ഗ്രേറ്റർ ദ വാലൻസി ഓഫ് ഫ്ലോക്കുലേറ്റിംഗ് അയോൺ ഓർ കൊയാഗുലേറ്റിംഗ് അയോൺ ആഡഡ്, ദ ഗ്രേറ്റർ ഈസ് ഇറ്റ്സ് പവർ ടു കോസ് precipitation. അടുത്തത് കൊയാഗുലേഷൻ വാല്യൂ ആണ്. കൊയാഗുലേഷൻ വാല്യൂ ഈസ് ദ മിനിമം കോൺസെൻട്രേഷൻ ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് ഇൻ millimoles per liter required to cause precipitation of a salt in 2 hours. അതിനെയാണ് നമ്മൾ കൊയാഗുലേഷൻ വാല്യൂ എന്ന് പറയുന്നത്. സ്മോളർ ദ ക്വാണ്ടിറ്റി നീഡഡ്, ഹയർ വിൽ ബി ദ കൊയാഗുലേറ്റിംഗ് പവർ ഓഫ് അയോൺ. കൊയാഗുലേഷൻ വാല്യൂ കുറയുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി, ഈ കൊയാഗുലേഷൻ വാല്യൂ എന്ന് പറയുന്നത് ആ കോൺസെൻട്രേഷൻ ആണ്. അതിൻ്റെ ക്വാണ്ടിറ്റി കുറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആ അയോണിന് കൊയാഗുലേഷൻ നടത്താനുള്ള പവർ കൂടുതലാണ്. കുറച്ച് ക്വാണ്ടിറ്റി മതി കൊയാഗുലേഷൻ നടത്താൻ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പോൾ കൊയാഗുലേറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂ ആണ്. ഇറ്റ് ഈസ് ദ മിനിമം കോൺസെൻട്രേഷൻ of an electrolyte in millimoles per liter required to cause precipitation of a salt in 2 hours. അടുത്തത് കൊയാഗുലേഷൻ ഓഫ് ലയോഫിലിക് കൊളോയിഡ്സ്. ലയോഫിലിക് കൊളോയിഡ്സ് ആണ് ലയോഫോബിക് കൊളോയിഡ്സിനെക്കാട്ടിലും കുറച്ചും കൂടിയും സ്റ്റെബിലിറ്റി കൂടുതലുള്ളത്. അപ്പോൾ ഇതിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ നമ്മൾ 2 മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് സ്റ്റെബിലിറ്റിക്ക് കാരണമായിട്ടുള്ള 2 കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. 2 factors which are responsible for stability of lyophilic colloid is charge and solvation. ആ 2 ഫാക്ടേഴ്സിനെ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൊയാഗുലേഷൻ പെട്ടെന്ന് നടത്താം. ഈ 2 ഫാക്ടേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചാർജിനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് ബൈ ആഡിങ് ആൻ ഇലക്ട്രോലൈറ്റ്. ഒരു ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കൊയാഗുലേഷൻ നടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഒരു ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചാർജ് ഡിസ്റ്റർബ്ഡ് ആവും. കാരണം ആ കൊളോയിഡിൻ്റെ ഏതാണോ ചാർജ് ഉള്ളത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചാർജ് ഉള്ള പാർട്ട്, ഇലക്ട്രോലൈറ്റിൻ്റെ പാർട്ട് വന്നിട്ട് അതിനെ ന്യൂട്രലൈസ് ചെയ്യും. ഇനി സോൾവേഷൻ എന്നൊരു ഫാക്ടർ ഡിസ്റ്റർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൈ ആഡിങ് എ സ്യൂട്ടബിൾ സോൾവെന്റ്. അതിനൊരു എക്സാമ്പിൾ പറയാം. When solvents such as alcohol and acetone are added to hydrophilic salt. ഹൈഡ്രോഫിലിക് എന്ന് പറയുമ്പോൾ വാട്ടർ ലവിങ് സോൾട്സ് ആണ്. അപ്പോൾ നമ്മൾ വാട്ടർ എന്ന സോൾവെന്റിന് പകരം അവിടെ ആഡ് ചെയ്യുന്നത് ആൽക്കഹോളും അസറ്റോണും ഒക്കെയാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് ഈ കൊളോയിഡ്സിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. ദ ഡീഹൈഡ്രേഷൻ ഓഫ് ഡിസ്പേഴ്സ്ഡ് phase occurs. Under this condition, a small quantity of electrolyte can bring about its coagulation. അപ്പോൾ ആ സമയത്ത് ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ് മതി അതിൻ്റെ കൊയാഗുലേഷൻ നടത്താൻ. അപ്പോൾ നമ്മൾ അതിൻ്റെ സോൾവെന്റ് മാറ്റി കൊടുക്കുക. ഹൈഡ്രോഫിലിക് കൊളോയിഡ്സ് ആണെങ്കിൽ അതിൽ വാട്ടർ എന്ന പോർഷൻ മാറ്റിയിട്ട് ആൽക്കഹോൾ അല്ലെങ്കിൽ അസറ്റോൺ അതിലേക്ക് ആഡ് ചെയ്യുക, ഡിസ്പേർഷൻ മീഡിയം ആയിട്ട്. അപ്പോൾ ആ ഒരു സോൾവെന്റ്, സ്യൂട്ടബിൾ സോൾവെന്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൊയാഗുലേഷൻ നമുക്ക് പെട്ടെന്ന് നടത്താം. അപ്പോൾ കൊയാഗുലേഷൻ ഓഫ് ലയോഫിലിക് കൊളോയിഡ്സ് നടത്തണമെന്നുണ്ടെങ്കിൽ 2 മെത്തേഡാണ്, ബൈ ആഡിങ് ആൻ ഇലക്ട്രോലൈറ്റ് ആൻഡ് ബൈ ആഡിങ് എ സ്യൂട്ടബിൾ സോൾവെന്റ്. നെക്സ്റ്റ്, പ്രൊട്ടക്ഷൻ ഓഫ് കൊളോയിഡ്സ്. ലയോഫിലിക് കൊളോയിഡ്സ് have a unique ability to protect lyophilic colloids. സാധാരണ ലയോഫോബിക് കൊളോയിഡ്സിന്റെ ചുറ്റും ഒരു ലെയർ, ലയോഫിലിക് കൊളോയിഡ്സ് ഒരു ലെയർ ഫോം ചെയ്തിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു യുണീക്ക് എബിലിറ്റി ഉണ്ട് അതിന്. അതുകൊണ്ട് നമ്മൾ പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്സ് എന്ന് അറിയപ്പെടുന്നത് ലയോഫിലിക് കൊളോയിഡ്സിനെ തന്നെയാണ്. ലയോഫിലിക് കൊളോയിഡ്സ് ഹാവ് എ യുണീക്ക് പ്രോപ്പർട്ടി ഓഫ് പ്രൊട്ടക്ടിങ് ലയോഫോബിക് കൊളോയിഡ്സ്. When a lyophilic salt is added to lyophobic salt, the lyophilic particles form a layer around lyophobic particles and thus protect the latter from electrolytes. So lyophilic colloids used for this purpose is called protective colloids. So what are protective colloids nu vechu kanyal, the answer is lyophilic colloids are known as protective colloids. നെക്സ്റ്റ് ഇമൽഷൻ ആണ്. ഇമൽഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ആ ടേബിളിൽ ഡിസ്പേർഷൻ മീഡിയം, ഡിസ്പേഴ്സ്ഡ് ഫേസും ലിക്വിഡ് ആണെങ്കിൽ അതിനെ ഇമൽഷൻ എന്നാണ് വിളിക്കുക എന്ന് പറഞ്ഞു. ഇമൽഷൻ 2 ടൈപ്പ് ഉണ്ട്. ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ്, അതേപോലെ തന്നെ വാട്ടർ ഇൻ ഓയിൽ ടൈപ്പും. ഓയിൽ ഇൻ വാട്ടർ ടൈപ്പിൽ ഇവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഓയിൽ ഇൻ വാട്ടർ ആണ്. അപ്പം ഡിസ്പേഴ്സ്ഡ് ഫേസ് ഓയിലും ഡിസ്പേർഷൻ മീഡിയം വാട്ടർ ആയിരിക്കും. ഇൻ ദ ഫസ്റ്റ് സിസ്റ്റം വാട്ടർ ആക്ട് ആസ് ഡിസ്പേർഷൻ മീഡിയം. അതിനുള്ള എക്സാമ്പിൾ ആണ് മിൽക്ക്, വാനിഷിംഗ് ക്രീം എക്സെട്ര.
രണ്ടാമത്തേല് വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ആണ്. അപ്പോൾ ഓയിലാണ് ഡിസ്പേർഷൻ മീഡിയം, വാട്ടർ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആയിട്ട് വരും. അതിൻ്റെ എക്സാമ്പിളാണ് ഓയിൽ ഡിസ്പേർഷൻ മീഡിയം ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ബട്ടർ, ക്രീം എക്സെട്ര. അപ്പോൾ കുറച്ചും കൂടി തിക്ക് കൺസിസ്റ്റൻസി ഉള്ള ഇമൽഷൻസ് ഒക്കെ സാധാരണ വാട്ടർ ഇൻ ഓയിൽ ടൈപ്പിലാണ് വരിക. ബട്ടർ, ഐസ്ക്രീം ഒക്കെ ആ ഒരു കാറ്റഗറിയിലാണ് വരിക. ഇമൽഷന്റെ സ്റ്റെബിലിറ്റിക്ക് അത്യാവശ്യമായതാണ് ഇമൽസിഫൈങ് ഏജൻസ്. അപ്പോൾ എപ്പോഴും ഇമൽഷന്റെ കൂടെ തന്നെ ഒരു തേർഡ് കമ്പോണന്റ് അതിന്റെ കൂടെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഇമൽസിഫൈങ് ഏജൻസ് എന്ന് പറയുന്നത്. ഇമൽസിഫൈങ് ഏജൻസ് ഫോം ആൻ ഇന്റർഫേഷ്യൽ ഫിലിം ബിറ്റ്വീൻ ദ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ആൻഡ് ദ മീഡിയം. അപ്പൊ അതിന്റെ സ്റ്റെബിലിറ്റിനെ കൂട്ടാൻ സഹായിക്കുന്ന ഏജൻസിനെയാണ് നമ്മൾ ഇമൽസിഫൈങ് ഏജൻസ് എന്ന് പറയുന്നത്. ഇമൽസിഫൈങ് ഏജൻസ് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ഇമൽഷൻസിന് നമ്മൾ സാധാരണ പ്രോട്ടീൻസ്, ഗം, നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് സോപ്സ് ആണ് യൂസ് ചെയ്യുക. ഇനി നേരെ വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ഇമൽഷൻസ് ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുക ഹെവി മെറ്റൽ സോൾട്സ് ഓഫ് ഫാറ്റി ആസിഡ്സ്, ലോങ് ചെയിൻ ആൽക്കഹോൾസ് ആൻഡ് ലാംപ് ബ്ലാക്ക്. ലാംപ് ബ്ലാക്ക് എന്ന് പറയുന്നത് വിളക്കിന്റെ കരിയാണ്, വിളക്ക് കരി എന്ന് പറയും. അപ്പോൾ വിളക്ക് കരി അവിടെ ഇമൽസിഫൈങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യും. Emulsifying agents are the third components that are essential for the stability of emulsion. Next, colloids around us. നമ്മളെ ചുറ്റുപാടുള്ള കുറച്ച് colloids ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ is sky. Blue color of the sky is due to the colloidal nature of sky. അപ്പോൾ അതിലെ colloidal particles ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്നത് കാരണം അത് ബ്ലൂ കളറിൽ അപ്പിയർ ചെയ്യും. നെക്സ്റ്റ് ഫുഡ് ആർട്ടിക്കിൾസ്. ഫുഡ് ആർട്ടിക്കിൾസ് ലൈക്ക് മിൽക്ക്, ബട്ടർ, ഹൽവ, ഐസ്ക്രീം ഇതൊക്കെ കൊളോയിഡൽ ഇൻ നേച്ചർ ആണ്. പിന്നെ ഫോഗ്, മിസ്റ്റ്, റെയിൻ എക്സെട്ര. ഫോഗ്, മിസ്റ്റ് ഒക്കെ കൊളോയിഡൽ നേച്ചർ ആണ് വരുന്നത്. ഇതിൽ ക്ലൗഡ്സ് ആർ എയറോസോൾ ഹാവിങ് സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ സസ്പെൻഡഡ് ഇൻ എയർ. ജസ്റ്റ് അതിൻ്റെ എക്സാമ്പിൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഫോഗ്, മിസ്റ്റ്, ക്ലൗഡ്, rain, etc. When a large mass of air containing dust particles is cooled below its dew point, the moisture from the air condenses on surfaces of these particles, forming fine droplets. These droplets, being colloidal in nature, continues to flow in air in the form of mist or fog. Clouds are aerosols having small droplets of water suspended in air. ഇവിടെ on account of condensation in the upper atmosphere, the colloidal droplets of water grow bigger and bigger in size till they come out in the form of rain. അപ്പോൾ റെയിനിന് കാരണം ഈ ഒരു കൊളോയിഡിന്റെ കണ്ടൻസേഷൻ ആണ്. കൊളോയിഡൽ പാർട്ടിക്കിൾസ് കണ്ടൻസ് ചെയ്തിട്ട് ബിഗ്ഗർ പാർട്ടിക്കിൾസ് ആയിട്ട് മാറും, എന്നിട്ട് അത് റെയിൻ ആയിട്ട് മാറും. ഇനി റെയിൻ ഫോം ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് രണ്ട് ഓപ്പോസിറ്റ്ലി ചാർജ് ക്ലൗഡ്സ് മീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ചാർജസ് ന്യൂട്രലൈസ് ചെയ്ത് പോയിട്ട് അതൊക്കെ കൂടെ ബിഗ്ഗർ പാർട്ടിക്കിൾസ് ആയിട്ട് അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഇറ്റ് കം ഔട്ട് ഇൻ ദ ഫോം ഓഫ് റെയിൻ. അതാണ് റെയിനിന് കാരണം. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ റെയിൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് തീരെ മഴ കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ആർട്ടിഫിഷ്യൽ റെയിൻ. അവിടെ നമ്മൾ ചെയ്യുക സൂപ്പർസോണിക് ജെറ്റ്സിലൊക്കെ പോയിട്ട് they are throwing electrified sand or spraying a salt that is having opposite charge to that of the clouds. ക്ലൗഡ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ചാർജിൽ ആണ് നമ്മൾ അതിന്റെ മുകളിൽ പോയിട്ട് സ്പ്രേ ചെയ്യുന്നത്. അങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ അവിടെ ക്ലൗഡ്സിന്റെ ന്യൂട്രലൈസേഷൻ നടക്കുമ്പോൾ ആ പാർട്ടിക്കിൾസ് എല്ലാതും കൂടി അഗ്രിഗേറ്റ് ചെയ്തിട്ട് ബിഗ്ഗർ പാർട്ടിക്കിൾസ് ആവും. എന്നിട്ട് അത് താഴത്തേക്ക് റെയിൻ ഡ്രോപ്സ് ആയിട്ട് വരും. അതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ റെയിൻ എന്ന് പറയുന്നത്. Next example for colloid is blood. Blood is also colloidal in nature. അതിൻ്റെ ഇപ്പോൾ മുറിവൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആലം അല്ലെങ്കിൽ ഫെറിക് ക്ലോറൈഡ് ആ മുറിവുള്ള സ്ഥലത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് പെട്ടെന്ന് കൊയാഗുലേറ്റ് ചെയ്യും, എന്നിട്ട് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു ആക്ഷൻ അവിടെ നടക്കുന്ന കാരണം എന്താ വെച്ചാൽ ആലം അല്ലെങ്കിൽ ഫെറിക് ക്ലോറൈഡ് എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റ് ആണ്, ബ്ലഡ് എന്ന് പറയുന്നത് കൊളോയിഡ് ആണ്. അപ്പോൾ അവിടെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡിൻ്റെ കൊയാഗുലേഷൻ നടക്കും, എന്നിട്ട് അത് കട്ട പിടിച്ചിട്ട് അവിടെ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ സോയിൽസ്, ഫെർട്ടൈൽ സോയിൽസ് ആർ കൊളോയിഡൽ ഇൻ നേച്ചർ. അതിൻ്റെ മുകളിൽ കൊളോയിഡൽ നേച്ചർ ആയത് കാരണം മോയ്സ്ചറും നറിഷിങ് മെറ്റീരിയൽസ് ഒക്കെ അതിൻ്റെ മുകളിൽ അബ്സോർബ് ചെയ്ത് നിർത്തും. പിന്നെ ഫോർമേഷൻ ഓഫ് ഡെൽറ്റ. ഡെൽറ്റ ഫോർമേഷന് കാരണം കൊളോയിഡൽ നേച്ചർ ഓഫ് റിവർ വാട്ടർ ആണ്. അത് ഡെൽറ്റ സാധാരണ ഫോം ചെയ്യുക റിവറും സീയും കൂടിയും കൂട്ടിമുട്ടുന്ന സ്ഥലത്താണ്. ഒരു ട്രയാങ്കുലർ ഫോം ഓഫ് ഫെർട്ടൈൽ ലാൻഡിനെയാണ് നിങ്ങൾ സോഷ്യൽ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഫെർട്ടൈൽ ലാൻഡിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്നത്.
But sea contains a large number of electrolytes and river water is colloidal in nature. അപ്പോൾ ഇത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സീയിലെ ഇലക്ട്രോലൈറ്റ്സ് റിവർ വാട്ടറിനെ കൊയാഗുലേറ്റ് ചെയ്തിട്ട് പതുക്കെ പതുക്കെ ഒരു പോയിന്റിൽ പാർട്ടിക്കിൾസ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അവിടെ പ്രസിപ്പിറ്റേറ്റ് നടന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം അതൊരു ലാൻഡ് ഫോം ആയിട്ട് മാറുകയാണ് ചെയ്യുക. പ്രസിപ്പിറ്റേറ്റ് ചെയ്ത ലാൻഡ് ഫോം ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഹൈലി ഫെർട്ടൈൽ ഇൻ നേച്ചർ. ഡെൽറ്റ ഫോർമേഷൻ അതിനുള്ള ഒരു നമ്മളെ ചുറ്റുപാടുള്ള കൊളോയിഡ്സിന്റെ ഒരു എക്സാമ്പിളാണ്. അടുത്തത് ആപ്ലിക്കേഷൻസ് ഓഫ് കൊളോയിഡ്സ്. കൊളോയിഡ്സിന്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ പ്രസിപ്പിറ്റേഷൻ ഓഫ് സ്മോക്ക്. സാധാരണ ഫാക്ടറീസിൽ നിന്നൊക്കെ വരുന്ന സ്മോക്കിൽ ഹാംഫുൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് സച്ച് കാർബൺ, ആർസനിക് കോമ്പൗണ്ട്സ്, ഡസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം ഇത് നമ്മൾ പുറത്തേക്ക് വിടുന്നതിൻ്റെ മുന്നേ അതിനൊരു ചേംബർ കൂടെ കടത്തിവിടും. എന്നിട്ട് അതിലെ ഹാംഫുൾ പാർട്ടിക്കിൾസിനെയൊക്കെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ട് ആണ് ദ സ്മോക്ക് ഫ്രീ ഫ്രം ദിസ് ഹാംഫുൾ പാർട്ടിക്കിൾസ് ആർ കമ്മിങ് ഔട്ട് ഫ്രം ദ ചേംബർ. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ പ്രസിപ്പിറ്റേഷൻ ഓഫ് സ്മോക്ക് അല്ലെങ്കിൽ കോട്രൽ പ്രസിപ്പിറ്റേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു അറേഞ്ച്മെന്റ് വരുന്നത്. താഴെ സ്മോക്കിന്റെ ഇൻലെറ്റ് ആണ്. എന്നിട്ട് സ്മോക്ക് ഇങ്ങനെ പതുക്കെ മുകളിലേക്ക് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ഒരു മെറ്റൽ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ടാവും വിത്ത് ഹൈ വോൾട്ടേജ് കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവും ഇതിന്. അപ്പൊ എന്താണോ സ്മോക്കിന്റെ ചാർജ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കും ഈ ഇലക്ട്രോഡ് കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. എന്നിട്ട് ഈ സ്മോക്ക് ഈ ഇലക്ട്രോഡുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവിടെ ന്യൂട്രലൈസേഷൻ നടന്നിട്ട് അതിലെ പ്രസിപ്പിറ്റേറ്റ് ഇംപ്യൂരിറ്റീസ് ഒക്കെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ മെറ്റൽ പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ടാവും ഇലക്ട്രോഡ്സിന്റെ സൈഡിലൊക്കെ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, ആ ഇലക്ട്രോഡുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ന്യൂട്രലൈസേഷൻ നടക്കും. ന്യൂട്രലൈസേഷൻ നടന്നിട്ട് അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പോൾ കാർബൺ, ആർസനിക് കോമ്പൗണ്ട്സ് ഒക്കെ താഴെ അടിഞ്ഞുകൂടും. ഇവിടെ ആരോയിൽ താഴെ കൊടുത്തിട്ടുണ്ട് പ്രസിപ്പിറ്റേറ്റഡ് ആഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ താഴെ അടിഞ്ഞുകൂടും. എന്നിട്ട് ഗ്യാസ് ഫ്രീ ഫ്രം കാർബൺ പാർട്ടിക്കിൾസ് കം ഔട്ട്. ഇതാണ് ഈ വലിയ വലിയ ഫാക്ടറീസിന്റെ ചിമ്മിണീസ് കൂടെയൊക്കെ പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ പൊല്യൂഷന് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് കോട്രൽ പ്രസിപ്പിറ്റേറ്ററിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നെക്സ്റ്റ്, പ്യൂരിഫിക്കേഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. സാധാരണ നമ്മൾ കുടിക്കുന്ന വാട്ടർ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ സോഴ്സ് നിന്നാണ് നമുക്ക് കിട്ടുക. അതിൽ നിറയെ ഇംപ്യൂരിറ്റീസ് ഉണ്ടാവും. അതിലേക്ക് നമ്മൾ ആലം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആലം ഈസ് ആഡഡ് ടു കൊയാഗുലേറ്റ്. വാട്ടറിലെ ഇംപ്യൂരിറ്റീസിനൊക്കെ കൊയാഗുലേറ്റ് ചെയ്തിട്ട് അതൊക്കെ താഴെ പോയി സെറ്റിൽ ചെയ്യും. എന്നിട്ട് ഇറ്റ് മേക്സ് വാട്ടർ ഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. അതാണ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്നത്. പിന്നെ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സ് ആൻഡ് ഫിലിംസ്, അവിടെയും നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻ കാണുന്നുണ്ട്. ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സ് ഓർ ഫിലിംസ് ആർ പ്രിപ്പയർഡ് ബൈ കോട്ടിംഗ് ആൻഡ് എമൽഷൻ ഓഫ് ലൈറ്റ് സെൻസിറ്റീവ് സിൽവർ ബ്രോമൈഡ്. അവിടെ ഇമൽഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ലൈറ്റ് സെൻസിറ്റീവ് സിൽവർ ബ്രോമൈഡ് ആണ് യൂസ് ചെയ്യുന്നത് ഇൻ ജെലാറ്റിൻ ഓവർ ഗ്ലാസ് പ്ലേറ്റ്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫോട്ടോഗ്രാഫി ചെയ്യുന്നത്. പിന്നെ ക്ലീനിങ് ആക്ഷൻ ഓഫ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് കഴിഞ്ഞ ദിവസം നമ്മൾ മിസെല്ലി ഫോർമേഷൻ പഠിച്ചിരുന്നു. അവിടെ നമ്മൾ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്തതാണ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മിസെല്ലി ഫോർമേഷൻ വഴി ഡേർട്ട് അല്ലെങ്കിൽ ഓയിൽ ഓർ ഗ്രീസിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നത് എന്ന്. പിന്നെ ടാനിങ് ഓഫ് ലെതർ. അനിമൽ ഹൈഡ്സ് കൊളോയിഡൽ ഇൻ നേച്ചറാണ്, അനിമൽ സ്കിന്ന്. അപ്പോൾ അതിന് സാധാരണ നമ്മൾ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് അതിലുള്ളത്. ഇത് നമ്മൾ ടാനിനിൽ അതിനെ മുക്കി വെക്കുകയാണ് ചെയ്യുക, സോക്ക് ചെയ്ത് വെക്കും. ആ ടാനിനിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അവിടെ മ്യൂച്വൽ കൊയാഗുലേഷൻ നടക്കും. അനിമൽ ഹൈഡ് പോസിറ്റീവ്ലി ചാർജ്ഡും ടാനിന് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പോൾ ഇവിടെ മ്യൂച്വൽ കൊയാഗുലേഷൻ നടക്കും. എന്നിട്ട് ആസ് എ റിസൾട്ട് ഓഫ് മ്യൂച്വൽ കൊയാഗുലേഷൻ ദ ലെതർ ബിക്കംസ് ലിറ്റിൽ മോർ ഹാർഡർ. ഇതാണ് നമ്മൾ ബാക്കി ബാഗ് മാനുഫാക്ചറിനൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ റബ്ബർ ഇൻഡസ്ട്രി. റബ്ബറിലെ ലാറ്റക്സ് എന്ന് പറയുന്നത് കൊളോയിഡൽ ഇൻ നേച്ചർ ആണ്. റബ്ബർ ലാറ്റക്സ് ഇസ് കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് റബ്ബർ പാർട്ടിക്കിൾസ് വിച്ച് ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. അതിനെ നമ്മൾ കൊയാഗുലേറ്റ് ചെയ്തിട്ടാണ് അതിന് റബ്ബർ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. പിന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് സച്ച് ആസ് പെയിന്റ്, ഇങ്ക്, സിന്തറ്റിക് പ്ലാസ്റ്റിക്സ്, റബ്ബർ, ഗ്രാഫൈറ്റ്, ലൂബ്രിക്കൻസ്, അതൊക്കെ കൊളോയിഡൽ ഇൻ നേച്ചർ ആണ്. ലാസ്റ്റിൽ മെഡിസിൻസ് ആർ ഓൾസോ കൊളോയിഡൽ ഇൻ നേച്ചർ. സാധാരണ നമ്മൾ മെഡിസിൻ കൊളോയിഡൽ ഫോമിലാണ് മെഡിസിൻ യൂസ് ചെയ്യുക. കാരണം അതിൻ്റെ അസിമിലേഷൻ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊളോയിഡൽ ഫോമിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെഡിസിൻസ് കൊളോയിഡൽ ഫോമിൽ യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ എഫക്റ്റീവ് ആവാൻ കാരണം എന്താ വെച്ചാൽ
അതിന്റെ സർഫസ് ഏരിയ കൂടും. അപ്പോൾ അസിമിലേഷൻ പെട്ടെന്ന് നടക്കും. ഇനി മെഡിസിൻസിന് കുറച്ച് എക്സാമ്പിൾ എന്ന് പറയുന്നത് മിൽക്ക് ഓഫ് മഗ്നീഷ്യ. അത് നമ്മൾ ആസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഡിസിൻ ആണ്. ആർജിറോൾ എന്ന് പറയുന്നത് സിൽവർ സോൾ ആണ്. അത് ഐ ലോഷൻ ആയിട്ട് യൂസ് ചെയ്യും. പിന്നെ ആന്റിമണി സോൾ, അത് കാലാസാർ എന്ന് പറയുന്ന ഒരു അസുഖം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഗോൾഡ് സോൾ എന്ന് പറയുന്നത് ഈ നമ്മൾ ഇഞ്ചക്ഷൻ ആയിട്ട് യൂസ് ചെയ്യും. ഗോൾഡ് സോൾ സാധാരണ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ആപ്ലിക്കേഷൻസ് ആണ് നമ്മളുടെ കൊളോയിഡ്സിനുള്ളത്. അപ്പോൾ അതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിച്ചു.